ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലഭേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമീൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ആരാധനയെക്കുറിച്ചാണ്, സ്വർഗീയ ആരാധനയെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. ആരാധന വാസ്തവമായി ദൈവത്തോടുള്ള അനുസരണമാണ് ആരാധന. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ആരാധന. നമുക്ക് എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇത് മാത്രമാണ് ആരാധന കൊടുക്കാൻ കഴിയും. സ്തുതി. ദൈവം സ്തുതിക്ക് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷെ നാം ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 148 നാം വായിക്കുമ്പോൾ അവിടെ പറയാം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ദൈവമായ കർത്താവിനെ ആരാധിക്കണം. 3-ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകം 5-ന്റെ 12, 13, 14. അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കീഴിലുള്ള സമുദ്രത്തിലുള്ള സകല സൃഷ്ടി അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമീൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിക്കുന്നു. അതാണ് കുഞ്ഞാടായ യേശുവിനെ മൂന്ന് പേർ ആരാധിക്കേണ്ടത്. ആരൊക്കെയാണ്? ആരെ ആരാധിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കാവൂ. 2, ദൈവമായ കർത്താവിനെ ആരാധിക്കണം. 3, കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. എന്തിനാണ് നാം ആരാധിക്കേണ്ടത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയാണ്, ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിച്ചതിനാൽ നാം ദൈവത്തെ ആരാധിക്കണം. പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ചതിനാൽ,
അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചതിനാൽ നാം ദൈവത്തെ ആരാധിക്കണം. എപ്രകാരമുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന ദൈവത്തിന് പ്രസാദകരം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തോടെ നാം ആരാധിക്കണം. അതാണ് 11-ന്റെ 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന ദൈവം ഉണ്ടെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസത്തോടെ ആയിരിക്കണം ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട്, എന്നെ വിടുവിക്കാൻ ഒരു ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെയുള്ള ആരാധന. നാം എങ്ങനെ ആരാധിക്കണം എന്ന് വേദപുസ്തകം നമ്മെ ദേഹം, ദേഹി, ആത്മാവിൽ. ഒന്ന്, നാം ദേഹം കൊണ്ട് ആരാധിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ശരീരം കൊണ്ട് നമ്മളിനി നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. നമുക്കറിയാം, ഒരു റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു ചെടി, ഒരാൾ അവിടെ കിടക്കുമ്പോൾ ആർക്കും അതിനെ വേണമെങ്കിൽ വഴിയെ പോകുന്നവർക്ക് അതിൻ്റെ ഇല പറിച്ചു മാറ്റാം, അത് കാർക്കിച്ച് തുപ്പാം, എന്തും ചെയ്യാം. പക്ഷെ ഒരു ദിവസം ഒരാൾക്ക് ആ ചെടി ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തുകൊണ്ട് വന്ന് കഴുകി നല്ലൊരു ചെടിച്ചട്ടിക്കകത്ത് വിലയൊക്കെ കൊടുത്തൊരു ചെടിച്ചട്ടി മേടിച്ച് അതിനകത്ത് വളമൊക്കെ ചെയ്ത് തൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ ഒരാളൊന്ന് പറിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല. കാര്യം ഇത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ നാം പുറന്തള്ളപ്പെട്ടിരുന്ന പാപത്തിൻ്റെ കുഴിഞ്ഞ ചേറ്റിലായിരുന്നു നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ ഇന്ന് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് നമ്മൾ ദേഹം കൊണ്ട്, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്. കരങ്ങളൊക്കെ അടിച്ച് നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിനുള്ള ആരാധനയായി മാറണം. 2, ദേഹി എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലുള്ള ആരാധനയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12:1 പറയുകയാണ്, 12:1 ബുദ്ധിയിലുള്ള ആരാധന. 12:1 റോമർ 12:1 അവിടെ പറയാണ്, ബുദ്ധിയിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. 3, ആത്മാവിൽ നാം ദൈവത്തെ ആരാധിക്കണം. റോമർ 8:26 പറയുകയാണ്, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അങ്ങനെ 3 രീതിയിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവി. പക്ഷെ ആരാധന ആർക്കാണ്? അത് നമുക്ക് ആരാധിക്കുന്ന എന്തിനാണ്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടുള്ള അനുസരണമാണ്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ആരാധന. നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ജീവനുള്ള ദൈവത്തെ, ദൈവമായ കർത്താവിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. എന്തിനു വേണ്ടി ആരാധിക്കണം? നമ്മെ ഇരുട്ടിൽ നിന്ന് വിളിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ, പാപത്തിൽ നിന്ന് വിടിച്ച് ശാപത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയതിനാൽ നാം ദൈവത്തെ ആരാധിക്കണം. പിന്നെ ആത്മാവിലും. എപ്രകാരം ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം യേശുവിനെ ആരാധിക്കണം, അറുക്കപ്പെട്ട കുഞ്ഞാടിന്. ഇവിടെ ദൂതന്മാരതാണ് സ്വർഗത്തിൽ ചെയ്യുന്നത്. ഇവിടെ പറയാണ്, ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം 10,000 10,000 1000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും
അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമീൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു, യേശുവിനെ ആരാധിക്കും. അപ്പം അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് കൃപാസന മുൻപാകെ വരുന്നു. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ആരാധന ദൈവത്തോടുള്ള അനുസരണമായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനയും ജീവിതവും അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കാൻ, സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം കുഞ്ഞാടിന് സമർപ്പിക്കാൻ, അറുക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നു നാമത്തിൽ പിതാവേ, ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവേനവൻ വല്ലഭേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം.